നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു. പ്രൗഢമായ ബന്ധങ്ങൾ, പ്രൗഢമായ പൊന്നിനൊപ്പം. ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവല്ലാമല ആൻഡ് കുവൈറ്റ്. KSCB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. എളനാട് KSCB ഓഫീസിലെ ക്യാഷ് കളക്ഷൻ സെന്ററിലെ കാഷ്യറെ മാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ KSCB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമത്തിന്റെ ഉദ്ഘാടനം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് T. മുകുന്ദൻ നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സജിത്ത് എളനാട് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ T. നിർമ്മല, KK പ്രകാശ്, C. ശ്രീകുമാർ, സെയ്ദ് അലി, രമ്യ വിനീത്, ബേബി ടീച്ചർ, സുരേഷ് കുമാർ, സുരേഷ് വാഴോട്, ലതാ സാനു, രഞ്ജിത്ത്, ശ്രീനാഥ്, ജസിൽ എന്നിവർ സംസാരിച്ചു. അടയ്ക്കാൻ പറ്റില്ലേ? പിണറായിയുടെ തിട്ടൂരം, MLA-യുടെ തിട്ടൂരം, MP-യുടെ തിട്ടൂരം. പ്രതിഷേധിക്കുക, 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 പ്രതിഷേധിക്കുക. പ്രതിഷേധങ്ങൾ ഇരമ്പട്ടെ. പോലുള്ള ആളുകൾക്കൊക്കെ മേൽ പഠിപ്പിക്കുകയാണെന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിന്റെ തുടക്കത്തിലാണ് ആരും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ ഈ കളക്ഷൻ സെന്റർ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടത്. ഇന്ന് ഈ വില്ലേജ് ഏരിയയിലുള്ള ആളുകൾക്കൊക്കെ തന്നെ ഓൺലൈൻ സംവിധാനത്തിൽ എത്രമാത്രം കഴിവുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊരു ചതിയാണ്. കാരണം ഈ സൗകര്യങ്ങൾ നിർത്തുന്നത് മൂലം ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെന്നൂർ മുതൽ എളനാട് വില്ലേജിലുള്ള ഒട്ടനവധി ആളുകൾക്ക് ഈ സൗകര്യം ഉപയോഗപ്പെടുത്തിയ സമയത്താണ് ഇത്തരം പരിപാടികൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം, തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് ഇന്ന് കറണ്ട് ബില്ലിന് നമുക്ക് കൊടുക്കുന്നത്. എല്ലാ സംവിധാനത്തിലും നമുക്കറിയാവുന്നതുപോലെ മന്ത്രിസഭാ തീരുമാനം എടുത്ത് പാസാക്കി വന്നതിന് ശേഷമാണ് എല്ലാത്തിന്റെയും റേറ്റ് കൂട്ടുന്നതെങ്കിൽ തികച്ചും വിപരീതമായിട്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തീരുമാനങ്ങൾ. നമുക്കറിയാം, 1-2 പ്രാവശ്യം ഇലക്ട്രിസിറ്റി ബില്ല് കൊടുത്ത് ശമ്പള പരിഷ്കരണം നടത്തി. ആ ശമ്പള പരിഷ്കരണം കൊടുത്തതിന് ശേഷം മന്ത്രിസഭാ തീരുമാനത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം നമ്മുടെ പ്രദേശത്ത് ഇത് 2ാമത്തെ തവണയാണ് എളനാട് നിവാസികൾ, എളനാട് വെന്നൂർ വില്ലേജിലെ നിവാസികളെ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ സർക്കാരും ഈ ചേലക്കര നിയോജക മണ്ഡലത്തിലെ MLA ആയിരുന്ന ആ നേതാവും കൂടെ പറ്റിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ഇവിടുത്തെ കളക്ഷൻ സെന്റർ ആരെയും മുൻപില്ലാതെ ഒരു ഉപഭോക്താവിനോട് പോലും പറയാതെ ഒരു ദിവസം പെട്ടെന്ന് ഇവര് ആ കളക്ഷൻ നിർത്തിവെച്ച പിറ്റേ ദിവസം തന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധ പരിപാടി വയ്ക്കുകയും ആ പ്രതിഷേധം എല്ലാ ദൃശ്യമാധ്യമങ്ങളിലൂടെയും അച്ചടി മാധ്യമങ്ങളിലൂടെയും ബന്ധപ്പെട്ട അധികാരികളെ നമ്മൾ അറിയിച്ചു. അന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് അവർക്ക് വോട്ട് നൽകണമെന്ന അവരുടെ രാഷ്ട്രീയ നിർത്തുന്നതിന് വേണ്ടി പിറ്റേ ദിവസം തന്നെ ഇടപെട്ട് ഇവിടെ പങ്കെടുക്കുന്ന സൗകര്യം ഏർപ്പെടുത്തി. ഇന്ന് ആലത്തൂർ പാർലമെന്റ് ഇലക്ഷനിൽ MLA ആയിരുന്ന ആൾ മത്സരിച്ച് പഴയന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സജിത്ത്, പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശ്രീകുമാർ,
ബേബി ടീച്ചർ, വൈസ് പ്രസിഡന്റ് രമ്യ തുടങ്ങി മറ്റ് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നാട്ടുകാർ, ചെറിയ ഒരു തുടക്കം ഞങ്ങളിവിടെ കുറിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതൊരു ചെറിയ തുടക്കമായി മാത്രമേ കാണേണ്ടതുള്ളൂ. വലിയൊരു ജനക്കൂട്ടത്തെ ആകർഷിച്ചുകൊണ്ട് എളനാട് സെൻട്രൽ സ്ഥിതി ചെയ്യുന്ന ഈ വൈദ്യുതി ഓഫീസിൻ്റെ മുമ്പിൽ ഒരു ധർണ നടത്തി പെട്ടെന്ന് കാര്യം നടത്താമെന്നൊന്നും ഞങ്ങൾ വ്യാമോഹിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഴയ കാര്യങ്ങളിലേക്കൊന്ന് ചെറിയ ശ്രദ്ധ പലർക്കും അറിയിക്കുകയാണ്. 1970 കാലഘട്ടങ്ങളിൽ ഈ നിയോജകമണ്ഡലത്തിൻ്റെ MLA ശ്രീ പ്രിയപ്പെട്ട KK ബാലകൃഷ്ണൻ മാസ്റ്ററായി. ഇപ്പോഴുള്ള പലർക്കും അദ്ദേഹത്തെ പറ്റി അറിയില്ല. അദ്ദേഹം മരിച്ചിട്ട് തന്നെ 10-20 വർഷം കഴിഞ്ഞു. 5 പ്രാവശ്യം MLA